നോക്കൂ, നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കേണ്ട ഒരു രൂപമുണ്ട്. പല ആളുകൾക്കും അതറിയില്ല. എന്താ മയ്യത്ത് നിസ്കാരത്തിന്റെ രൂപം? ഒരു മയ്യത്ത് മുമ്പിൽ വെച്ച് നമ്മൾ നിയത്തിയാണ്, പഠിച്ചോനെ ഈ ഇവിടെ വെച്ച മയ്യത്തിന്റെ പേരിൽ 4 തക്ബീറോടുകൂടി അല്ലാഹു തആലാക്ക് വേണ്ടി, ഇമാമുണ്ടെങ്കിൽ ഇമാമുണ്ട്, മാമുമാണെങ്കിൽ മാമുമായി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കാണ് എന്നൊരാൾ നിയത്ത് ചെയ്താൽ ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലാഹു അക്ബർ. എന്നിട്ട് നമ്മൾ ഫാത്തിഹ ഓതും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം ഫാത്തിഹ ഓതും. രണ്ടാമത്തെ റക്അത്തിലോ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. രണ്ടാമത്തെ തക്ബീറത്ത്. മൂന്നാമത്തെ തക്ബീറത്തിലുള്ള പ്രാർത്ഥന അത് വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബർദ് ونقه من الخطايا كما ينقى الثوب الأبيض من الدنس اللهم أبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وجيرانا خيرا من جيرانه اللهم أعذه من عذاب القبر وأدخله الجنة يا رب العالمين. ഇതങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും. നാലാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിലോ اللهم لا تحرمنا أجره ولا تفتنا بعده واغفر لنا وله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار എന്ന് പറഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നമ്മൾ സലാം വിട്ടു. ഇനി ആ പ്രാർത്ഥനയിലേക്ക് പോവാം. ഇത് പല ആളുകൾക്കും അറിയില്ല നിസ്കരിക്കാൻ. എനിക്കറിയാം പല ആളുകളും മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ വെറുതെ പിന്നാലെ വന്ന് കൈകെട്ടുന്നു എന്നല്ലാതെ എന്താ ഒന്നാമത്തെ തക്ബീറത്തിന് ശേഷം ചെല്ലേണ്ടത്, രണ്ടാമത്തെ തക്ബീറത്തിന് ശേഷം ചെല്ലണം, 3-ന് ശേഷം ചെല്ലണം, 4-ന് ശേഷം ചെല്ലണം, ആർക്കും അറിയില്ല. ഇനി ദുആയിലേക്ക് വാ. മൂന്നാമത്തെ ദുആയിലേക്ക് വാ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. പടച്ചോനെ രൂപം നോക്കൂ, നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കേണ്ട ഒരു രൂപമുണ്ട്. പല ആളുകൾക്കും അതറിയില്ല. എന്താ മയ്യിത്ത് നിസ്കാരത്തിന്റെ രൂപം? ഒരു മയ്യിത്ത് മുമ്പിൽ വെച്ച് നമ്മൾ നിയത്തിയാണ്, പഠിച്ചോനെ ഈ ഇവിടെ വെച്ച മയ്യത്തിന്റെ പേരിൽ 4 തക്ബീറോടുകൂടി അല്ലാഹു തആലാക്ക് വേണ്ടി, ഇമാമുണ്ടെങ്കിൽ ഇമാമുണ്ട്, മാമുമാണെങ്കിൽ മാമുമായി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കാണ് എന്നൊരാൾ നിയത്ത് ചെയ്താൽ ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലാഹു അക്ബർ. എന്നിട്ട് നമ്മൾ ഫാത്തിഹ ഓതും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം ഫാത്തിഹ ഓതും. രണ്ടാമത്തെ റക്അത്തിലോ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. രണ്ടാമത്തെ തക്ബീറത്ത്. മൂന്നാമത്തെ തക്ബീറത്തിലുള്ള പ്രാർത്ഥന അത് വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. اللهم اغفر له وارحمه وعافه واعف عنه وأكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الأبيض من الدنس اللهم أبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وجيرانا خيرا من جيرانه اللهم أعذه من عذاب القبر وأدخله الجنة يا رب العالمين. ഇതങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും. നാലാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിലോ اللهم لا تحرمنا أجره ولا تفتنا بعده واغفر لنا وله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار എന്ന് പറഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നമ്മൾ സലാം വിട്ടു. ഇനി ആ പ്രാർത്ഥനയിലേക്ക് പോവാം. ഇത് പല ആളുകൾക്കും അറിയില്ല നിസ്കരിക്കാൻ. എനിക്കറിയാം പല ആളുകളും മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ വെറുതെ പിന്നാലെ വന്ന് കൈകെട്ടുന്നു എന്നല്ലാതെ എന്താ ഒന്നാമത്തെ തക്ബീറത്തിന് ശേഷം ചെല്ലേണ്ടത്, രണ്ടാമത്തെ തക്ബീറത്തിന് ശേഷം ചെല്ലണം, 3-ന് ശേഷം ചെല്ലണം, 4-ന് ശേഷം ചെല്ലണം, ആർക്കും അറിയില്ല. ഇനി ദുആയിലേക്ക് വാ. മൂന്നാമത്തെ ദുആയിലേക്ക് വാ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. പടച്ചോൻ